studying somewhere else? Only see, college was not here, and a major part of my schooling was in boarding. പക്ഷെ എന്നാലും ഓണം we had vacations. അതുകൊണ്ട് ഓണത്തിന് വീട്ടിൽ വരുമായിരുന്നു. ഏറ്റവും കളർഫുൾ ഓർമ്മകൾ വളരെ കുട്ടിക്കാലത്തുള്ള ഓണം തന്നെയാണ്. കാരണം കസിൻസും എല്ലാവരും, അച്ഛന്റെ അച്ഛനും വളരെ നേരത്തെ മരിച്ചുപോയി. പക്ഷെ അമ്മയുടെ പാരന്റ്സ്, എന്റെ മദേഴ്സ് സൈഡ് ഗ്രാൻഡ് പാരന്റ്സ് were alive for a long time. അപ്പോൾ അപ്പനും അമ്മൂമ്മയും ഒക്കെ ട്രിവാൻഡ്രത്തായിരുന്നു താമസം. അതേ വീട്ടിലായിരുന്നു വല്യച്ഛനും വല്യമ്മയും താമസം. അപ്പൊ ഓണത്തിന് നമ്മൾ കസിൻസ് എല്ലാരും കൂടെ തന്നെ ഒരു 10-12 പേരുണ്ടാവും. അപ്പൊ ഐ എം ടോക്കിംഗ് അബൌട്ട് എനിക്കൊക്കെ ഒരു 7-8 വയസ്സൊക്കെ ഉള്ള സമയത്ത് ആ കാലത്തെ ഓണമാണ് ഏറ്റവും കളർഫുൾ ആയിട്ട് ഉണ്ടായിരുന്നത്. പിന്നെ എവരിബഡി ഗ്രൂ അപ്പ്, എല്ലാവരും ലോകത്തിന്റെ പല ഭാഗങ്ങളിലേക്കായി. എന്റെ കസിൻസിൽ എനിക്ക് ഐ തിങ്ക് ഓൺലി ഒരാൾ മാത്രമേ ഉള്ളൂ ഇപ്പൊ ഇന്ത്യയിൽ. വേറെ എല്ലാവരും ഇന്ത്യയുടെ വെളിയിലാണ്. ഇന്ത്യയിലുള്ള ആളും ഡൽഹിയിലാണ്. അപ്പൊ ഇപ്പൊ അങ്ങനെ ഒരു ഓണം എന്നൊക്കെ പറഞ്ഞാൽ ഇറ്റ്സ് ബിക്കം ഒരു സ്വാഭാവികമാണ്. നമുക്ക് ഇന്ന് നമ്മളിവിടെ ഓണം ആഘോഷിക്കുമ്പോ ഇപ്പൊ സിയാറ്റിൽ വർക്ക് ചെയ്യുന്ന ഒരാൾക്ക് ഓണം വെക്കേഷൻ ഉണ്ടാവില്ലല്ലോ. അപ്പൊ അങ്ങനെ ഏറ്റവും കളർഫുൾ ഓണാഘോഷ ഓർമ്മകൾ വളരെ കുട്ടിക്കാലത്തുള്ള ഓണങ്ങളാണ്. പിന്നെ ഇനി വരുമ്പോ ജീവിതത്തിലേക്ക് പുതിയതായി വന്ന ആളെ കുറിച്ച്, ആളുടെ ഇപ്പൊ എന്താണ് പറയുന്നത്, ഭർത്താവിനെ ഇപ്പോഴും അടുത്ത് കിട്ടാത്തത് കൊണ്ടുള്ള പ്രശ്നങ്ങളുണ്ടോ? അതോ I know that she's a professional and she understands, but still at times also the thing is she knew me for quite a long while. അതുകൊണ്ട് എന്താണ് എന്റെ വർക്ക് ഷെഡ്യൂൾസ്, എങ്ങനെയാണ് എന്റെ ലൈഫ് സ്റ്റൈൽ എന്നൊക്കെ നന്നായിട്ട് കല്യാണത്തിന് മുമ്പേ അറിയാമായിരുന്നു. പിന്നെ obviously the thing is she made a choice of BBC റിസൈൻ ചെയ്തിട്ട് ഫ്രീലാൻസ് ചെയ്യാണ് BBC വേണ്ടി. സോ ഷീ ഈസ് നോ ലോങ്ങർ ഡൂയിങ് എ ഡെയിലി ജോബ്. എന്നും ഓഫീസിൽ പോകേണ്ട ഒരു ജോലിയല്ല ചെയ്യുന്നത്. അൺഫോർച്ചുനേറ്റ്ലി സുപ്രിയ ആദ്യമായിട്ട് കേരളത്തിൽ ജീവിക്കുന്നത് ഇപ്പൊ കല്യാണം കഴിഞ്ഞിട്ടാണ്. പിന്നെ ജനിച്ചതും വളർന്നതും ഒക്കെ കേരളത്തിന് വെളിയിലാണ്. ഒരു ഹെറിറ്റേജ് ഫ്രം പാലക്കാട്. പക്ഷെ ഈവൻ അച്ഛനും അമ്മയും കഴിഞ്ഞ 3 വർഷങ്ങൾക്ക് മുമ്പാണ് ആദ്യമായിട്ട് കേരളത്തിൽ സെറ്റിൽ ആകുന്നത്. സോ ഷീ ഈസ് യെറ്റ് ടു ഫിറ്റ് ഇൻ ടു നമ്മുടെ മലയാളി സ്കീം ഓഫ് തിങ്സ്. അതിന് മേ ബി കുറച്ച് നാൾ എടുക്കും. പിന്നെ ആരാണ് പൃഥ്വിന്റെ ഒരു നല്ല ക്രിട്ടിക്? ആരാണ് ഏറ്റവും നന്നായിട്ട് സിനിമകൾ കണ്ട് വിലയിരുത്തുന്നത്? വീട്ടിൽ ആക്ച്വലി നമ്മൾ സിനിമകൾ സംസാരിക്കാറില്ല, ടു ബി വെരി ഫ്രാങ്ക്. ഇൻ ദ സെൻസ് ഞാനും സുപ്രിയയും സിനിമകളെ കുറിച്ച് സംസാരിക്കാറുണ്ട്. പക്ഷെ ഇഫ് യു മീൻ ആസ് എ ഹോൾ ഫാമിലി, നമ്മൾ അമ്മയും എല്ലാവരും സിനിമക്കാരായതുകൊണ്ട് അതിന് എല്ലാവരും ഒരുമിച്ച് കാണുന്നത് തന്നെ വല്ലപ്പോഴുമാണ്. വളരെ എനിക്ക് തോന്നുന്നു നമ്മൾ ഇപ്പൊ എല്ലാരും കൂടെ ഒരുമിച്ച് കാണുക എന്നൊക്കെ പറഞ്ഞാൽ ഇപ്പൊ ഓഫ് ലേറ്റ് ഇറ്റ്സ് ബിക്കം വൺസ് ഇൻ 4 or 5 months അങ്ങനെ ആയിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ആവുമ്പോ പിന്നെ യു ആർ റിയലി നോട്ട് ഇൻട്രസ്റ്റഡ് അബൌട്ട് ടോക്കിംഗ് എനിത്തിങ് റിഗാർഡിംഗ് സിനിമ. നമ്മൾ മറ്റു കാര്യങ്ങളായിരിക്കും. വി ഹാവ് എ ലോട്ട് ഓഫ് തിങ്സ് ടു ക്യാച്ച് അപ്പ് ഓൺ. അതുകൊണ്ട് സിനിമയെ കുറിച്ച് അങ്ങനെ അധികം സംസാരിക്കാറില്ല. ഇൻഡസ്ട്രിയിൽ ആരാണ് ഏറ്റവും നന്നായി വിലയിരുത്തുന്നത്? ഇൻഡസ്ട്രിയിൽ അങ്ങനെ വളരെ അടുത്ത സുഹൃത്തുക്കൾ എന്ന് പറയാൻ എനിക്കങ്ങനെ ഐ എം നോട്ട് എ ബിഗ് ഒരു എന്താ പറയാ ഒരു സോഷ്യൽ ആനിമൽ അല്ല ഇൻഡസ്ട്രി. പക്ഷെ എന്നാലും ലാൽ ജോസ് ഇസ് ഓബ്വിയസ്ലി സമ്മൺ who can always come up to me and say it as it is. പിന്നെ then there is അമൽ നീരദ്, എൻ്റെ ഒരു സുഹൃത്താണ്. ശങ്കർ രാമകൃഷ്ണൻ, അങ്ങനെ കുറച്ച് പേരേ ഉള്ളൂ. നിർമ്മാതാവായി ഞങ്ങൾ കണ്ടു, അഭിനേതാവായി ഞങ്ങൾക്ക് അറിയാം. ഇനി എന്തൊക്കെയാണ് അറിയാം? എനിക്ക് ടെക്നിക്കലായി ഒത്തിരി നോളജ് ഉള്ള ആ കാര്യങ്ങളെ കുറിച്ചൊക്കെ വ്യക്തമായി ധാരണയുള്ള ഒരു ആക്ച്വലി ടെക്നിക്കൽ ആയിട്ടുള്ള നോളജും സിനിമാ സംവിധാനമായിട്ട് ആക്ച്വലി ബന്ധമേ ഇല്ല. അതൊരു പൊതുവായ തെറ്റിദ്ധാരണയാണ്. ഈ ലെൻസിങ്ങിനെ പറ്റിയും സിനിമാറ്റോഗ്രാഫി അല്ലെങ്കിൽ ലൈറ്റിങ്ങിനെ പറ്റിയൊക്കെ ധാരണയുള്ളവർ സിനിമ ഡയറക്റ്റ്, അതും സിനിമാ സംവിധാനമായിട്ട് ആക്ച്വലി യാതൊരു ബന്ധവുമില്ല. ഒരു സിനിമ സംവിധാനം ചെയ്യേണ്ട ആൾക്ക് ക്യാമറയെ കുറിച്ച് അറിയണമെന്നില്ല. അതിന് ക്യാമറമാൻ ഉണ്ടല്ലോ. ദാറ്റ് ഇസ് അനദർ സെറ്റ് ഓഫ് സ്കിൽസ് ആണ്. ഞാൻ ഈ ടെക്നിക്കൽ നോളജ് എന്ന് പറയുന്നത് ഐ ജസ്റ്റ് പിക്ഡ് ഇറ്റ് അപ്പ് ആസ് പാർട്ട് ഓഫ് ദ ഹോൾ തിങ്. അതെനിക്ക് നാളൊരു സിനിമാ സംവിധായകനാകണം, അതുകൊണ്ട് എനിക്ക് ക്യാമറയെ കുറിച്ചും എഡിറ്റിങ്ങിനെ കുറിച്ചും ഒക്കെ ഞാൻ പഠിച്ചിരിക്കണം, അങ്ങനെ ഇറ്റ്സ് നോട്ട്, അങ്ങനെ ചിന്തിച്ചതല്ല. ഇത് ജസ്റ്റ് ഒരു സാധാരണ നമുക്ക് ഉണ്ടാവില്ല ഒരു ക്യൂരിയോസിറ്റി. ഇപ്പോ എന്ത് ക്യാമറയിലാണ് ഷൂട്ട് ചെയ്യുന്നത്? ഓ HD, ഓക്കെ HD, ഫുൾ HD, ഓക്കെ ഫുൾ HD, എന്താ അങ്ങനെ ചോദിച്ച് മനസ്സിലാക്കുന്നേ ഉള്ളൂ. അപ്പൊ സംവിധായകനാവാൻ വേണ്ട ഡിഫറെന്റ് സെറ്റ് ഓഫ് സ്കിൽസ്. യു ഷുഡ് നോ ഹൗ, firstly you should know what story you want
want to say. Then you should decide on how you want to tell the story. അത്തരം കാര്യങ്ങൾ അതിലുണ്ട്. I want to make a film of my own. ഞാൻ കഴിഞ്ഞ 2010-ൽ ഒരു സിനിമ സംവിധാനം ചെയ്യാൻ ഏതാണ്ട് ഞാൻ ഒരുങ്ങിയതാണ്. പക്ഷെ then unfortunately രാവണൻ എന്ന് പറഞ്ഞ സിനിമയിൽ ഞാൻ I became part of it and then അത് നടന്നില്ല. ഇപ്പോ I was initially thinking 2012-ൽ ഞാൻ ഒരു സിനിമ ചെയ്യും. പക്ഷെ then this whole Bollywood സംഭവം വന്നു. എനിക്ക് ഐ ഡോണ്ട് നോ എന്ന് വെച്ചാൽ സിനിമ സംവിധാനം ചെയ്യാന്ന് വെച്ചാൽ ഐ എം തിങ്കിങ് ഈസിലി ഒരു 4 to 6 months I have to take time off from my acting career. അപ്പൊ അത് റൈറ്റ് നൗ വിൽ ബി എ വെരി സെൽഫിഷ് ഡിസിഷൻ. കാരണം എനിക്ക് വേണ്ടി കാത്തിരിക്കുന്ന കുറെ സംവിധായകരും നിർമ്മാതാക്കളൊക്കെ ഉണ്ട്. അപ്പൊ അവരുടെ തക്ക നിങ്ങൾ ഇനി ഒരു 6 മാസം കാത്തിരിക്കും എനിക്കൊരു സിനിമ സംവിധാനം ചെയ്യണം എന്ന് പറഞ്ഞത് ഇറ്റ്സ് നോട്ട് റൈറ്റ്. പൃഥ്വിരാജ് ഒത്തിരി വായിക്കും എന്നറിയാം. എന്താണ് വായിക്കുന്നത്? ഒത്തിരി അതൊക്കെ വേറെ ആൾക്ക് ഒത്തിരി ഒന്നും വായിക്കാറില്ല. പുസ്തകങ്ങൾ വായിക്കുന്ന ഇഷ്ടമാണെന്നേ ഉള്ളൂ. എനിക്ക് അങ്ങനെ ഒത്തിരി വായിക്കുന്ന ഒത്തിരി ഒന്നും എനിക്ക് പുസ്തകങ്ങൾ വായിക്കുന്ന ഇഷ്ടമാണ്. വായിക്കാറുണ്ട്. അത്രേ ഉള്ളൂ. ഐ മീൻ എപ്പോഴും ഏതാണ്ട് എല്ലാ സമയത്തും കയ്യിലൊരു പുസ്തകം ഉണ്ടാവും. ചിലപ്പോഴൊക്കെ ഒരു ദിവസം കൊണ്ട് ഒരു ബുക്ക് വായിച്ചു തീർക്കും. അടുത്ത ബുക്ക് ചിലപ്പോ 2 മാസം കൊണ്ടായിരിക്കും ഞാൻ വായിച്ചു തീർക്കുക. ഏതൊരു ക്രൈറ്റീരിയ ഓഫ് ബുക്സ് ആണ് പൃഥ്വിരാജിന്റെ? അങ്ങനെയില്ല കേട്ടോ. അങ്ങനെ അത് I think when we are very young, people who are readers, വളരെ young ആയിരിക്കുമ്പോഴാണ് you get stuck to one type of books. അത് കഴിഞ്ഞ് when you mature more as a reader, then it I think becomes authors. നമ്മൾ ഏതെങ്കിലും ഒരു പുസ്തകം വായിച്ച് ഇഷ്ടപ്പെട്ടാൽ then you try and find out ഇയാള് അല്ലെങ്കിൽ ഈ ഓഥർ മറ്റ് എന്തൊക്കെയാണ് എഴുതിയിട്ടുള്ളത്. അങ്ങനെ ഒരു ഈ ഇടയ്ക്ക് വായിച്ച ഒരു പുസ്തകം ഇപ്പൊ ആക്ച്വലി ഞാൻ അടുത്തിടയ്ക്ക് ഞാൻ വായിച്ചത് വിനോദ് മേത്തയുടെ ഓട്ടോബയോഗ്രഫിയാണ്, ദി ലക്നോ ബോയ് എന്ന് പറഞ്ഞ. മലയാളത്തിൽ വായിക്കാറുണ്ടോ? അൺഫോർച്ചുനേറ്റ്ലി അതാണ് കുഴപ്പം. എനിക്ക് മലയാള ഭാഷ അത്യാവശ്യം നന്നായി അറിയാമെങ്കിലും എനിക്ക് മലയാള സാഹിത്യമായിട്ടോ മലയാളം ലിറ്ററേച്ചറായിട്ടോ എനിക്ക് ബന്ധമേ ഇല്ല. എനിക്ക് തോന്നുന്നു അത് ഈ വളർന്നു വന്ന കാലത്ത് എവിടെയോ ഒരു സമയത്ത് ഈ റീഡിങ്ങിനോടൊരു ഭയങ്കരമായിട്ടുള്ളൊരു ഇത് തുടങ്ങിയപ്പോ ഇംഗ്ലീഷ് പുസ്തകങ്ങളോട് അങ്ങ് അടുത്തുപോയി. അത് പിന്നീട് അവിടുന്ന് എനിക്ക് ഒരിക്കലും ഒരു മലയാളം അല്ല, ആക്ച്വലി അച്ഛൻ ഒരുപാട് മലയാളം പുസ്തകങ്ങൾ വായിക്കുമായിരുന്നു. ഇപ്പൊ ഞാൻ ഏതെങ്കിലും ഒരു സിനിമ, ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇടയ്ക്ക് ബ്ലെസ്സി ചേട്ടൻ ആടുജീവിതം എന്ന് പറഞ്ഞ നോവൽ എന്നെ വെച്ച് സിനിമ ചെയ്യണം എന്ന് പറഞ്ഞു വന്നപ്പോ ആ സമയത്ത് ഞാൻ ആ ബുക്ക് വായിച്ചു. അങ്ങനെ ഏതെങ്കിലും സിനിമയ്ക്ക് വേണ്ടി പുസ്തകങ്ങൾ വായിക്കുക എന്നുള്ളതല്ലാതെ നഷ്ടനായിക ജെസി ഡാനിയലിന്റെ ബുക്ക് വായിച്ചു എന്ന് ഞാൻ കേട്ടു. അല്ല, ആക്ച്വലി നഷ്ടനായിക റോസിയെ കുറിച്ചാണ്, സിനിമ റോസിയെ കുറിച്ചല്ല. സോ ദാറ്റ് ഫിലിം ഇസ് നോട്ട് ഫ്രം എ ബുക്ക്. ഞാൻ പെട്ടെന്ന് ചോദിച്ചു നഷ്ടനായിക വേറെ ആരോ ചെയ്യാൻ അതിന്റെ ബുക്ക് വായിക്കുന്നു. അത് മാത്രമല്ല, ജെസി ഡാനിയലിന്റെ അൺഫോർച്ചുനേറ്റ്ലി എന്താ വെച്ചാൽ വെൻ യു ഡു ഫിലിംസ് ഓൺ പീപ്പിൾ ഹു റിയലി എക്സിസ്റ്റഡ്, അതിൽ പിന്നെ ഒരു ഭയങ്കര റെസ്പോൺസിബിലിറ്റി ഉണ്ട്. പിന്നെ എനിക്ക് ജെസി ഡാനിയൽ ഇങ്ങനെ ആയിരിക്കും എന്നൊക്കെ സങ്കല്പിച്ചൊന്നും ചെയ്യാൻ പറ്റില്ല. കാരണം ജെസി ഡാനിയൽ എങ്ങനെ ആയിരുന്നു എന്ന് വ്യക്തമായിട്ട് അറിയാവുന്ന ആളുകൾ ഇന്നും ജീവനോടെ ഉണ്ട്. അപ്പോ അതുകൊണ്ടുള്ള റിസർച്ചേ ഉള്ളൂ. ആൻഡ് ആ സിനിമ നഷ്ടനായികയല്ല, ജസ്റ്റ് നഷ്ടനായിക ഇസ് ഓൺ റോസി, ദ ഫിലിം ഇസ് ഓൺ ജെസി ഡാനിയൽ. അതല്ലാതെ ഇനി പൃഥ്വിരാജിന്റെ പുതിയ പ്രൊജക്ടുകൾ ഏതൊക്കെയാണ് ഇനി റിലീസ്? അടുത്ത റിലീസ് ആകാൻ പോകുന്ന ഈ സിനിമയാണ് അയാളും ഞാനും തമ്മിൽ എന്ന് പറഞ്ഞ സിനിമയാണ്. ഒപ്പം എന്റെ ആദ്യത്തെ ഹിന്ദി സിനിമ റിലീസാവും. ഞാനിപ്പോ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സെക്കൻഡ് ഹിന്ദി ഫിലിം. പിന്നെ മലയാളത്തിൽ അടുത്ത് ചെയ്യാൻ പോകുന്ന കമൽ സാറിന്റെ സെല്ലുലോയിഡ് എന്ന് പറഞ്ഞ സിനിമ, ആൻഡ് ഓൾസോ റോഷൻ ആൻഡ്രൂസിന്റെ മുംബൈ പോലീസ് എന്ന് പറഞ്ഞ സിനിമയാണ്. ഇനി എന്താണ് പ്രേക്ഷകരോട് പറയാനുള്ളത്? ഓണം ഏതായാലും ഈ ഓണത്തിന് വൺ ടിവിയുടെ പ്രേക്ഷകരോട് ഇത്ര നേരം സംസാരിക്കാൻ സാധിച്ചതിൽ വലിയ സന്തോഷം. വൺ ടിവിയുടെ എല്ലാ പ്രേക്ഷകർക്കും സ്നേഹവും ഐശ്വര്യവും സമൃദ്ധിയും നിറഞ്ഞൊരു ഓണം ഞാൻ ആശംസിക്കുന്നു.